നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ കനാൽക്കരയിൽ പുത്തൻ പാർക്ക് ഒരുങ്ങുന്നു. ആലപ്പുഴ ഷൗക്കോട്ടപ്പാലത്തിന് പടിഞ്ഞാറ് വാടക്കനാൽക്കരയിലാണ് കയർഫെഡിന്റെ നേതൃത്വത്തിൽ നഗരവാസികൾക്കും ഇവിടേക്കെത്തുന്ന സന്ദർശകർക്കുമായി പാർക്ക് ഒരുങ്ങുന്നത്. നിലവിൽ കനാൽക്കരയിൽ 500 മീറ്ററോളം നീളത്തിലാണ് പാർക്ക് ഒരുക്കുന്നത്. എച്ച് സലാം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മാണം പൂർത്തിയാക്കിയ അംഗനവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. 17 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാം ചടങ്ങിൽ അധ്യക്ഷനായി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശമാണ് ഗുരു സന്ദേശങ്ങളിൽ ഏറ്റവും ഉയർന്ന സന്ദേശമെന്ന് ജസ്റ്റിസ് നാഗരേഷ്. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സംഘടിപ്പിച്ച NK നാരായണൻ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 10ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിലും മദ്രസ പൊതുപരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള അനുമോദന സമ്മേളനം നടത്തി. KC വേണുഗോപാൽ MP ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ട് കുട്ടി കർഷകരായ ഫരീദയും ഫാദിയയും നടത്തുന്ന എന്റെ കുട്ടിത്തോട്ടം മട്ടുപ്പാവ് കൃഷിക്ക് തുടക്കമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി ജൈവ കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. വാർത്തകൾ വിശദമായി. വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ കനാൽക്കരയിൽ പുത്തൻ പാർക്ക് ഒരുങ്ങുന്നു. ആലപ്പുഴ ഷൗക്കോട്ടപ്പാലത്തിന് പടിഞ്ഞാറ് വാടക്കനാലിനാണ് കയർഫെഡിന്റെ നേതൃത്വത്തിൽ നഗരവാസികൾക്കും ഇവിടേക്കെത്തുന്ന സന്ദർശകർക്കുമായി പാർക്ക് ഒരുക്കുന്നത്. നിലവിൽ കനാൽക്കരയിൽ 500 മീറ്ററോളം നീളത്തിലാണ് പാർക്കിന്റെ നിർമ്മാണം നടക്കുന്നത്. ബുദ്ധന്റെയും കയർ പിരിക്കുന്ന തൊഴിലാളിയുടെയും ശില്പം, കുട്ടികൾക്ക് ഊഞ്ഞാൽ ഉൾപ്പെടെയുള്ള കളി ഉപകരണങ്ങൾ, പ്രത്യേക നടപ്പാതയും ഇരിപ്പിടങ്ങളും ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയടക്കം കിഴക്കിന്റെ വെനീസിൽ കൂടുതൽ മനോഹര കാഴ്ച സമ്മാനിക്കുന്നതോടൊപ്പം നഗരവാസികൾക്കും ആലപ്പുഴയിലേക്കെത്തുന്ന സഞ്ചാരികൾക്കും തങ്ങളുടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ തയ്യാറെടുക്കുകയാണ് ആലപ്പുഴയിലെ വാടക്കനാൽ തീരം. ആലപ്പുഴ ഷൗക്കോട്ടപ്പാലത്തിന് പടിഞ്ഞാറ് കയർഫെഡിന്റെ എതിർവശം വാടക്കനാൽ തീരത്താണ് കയർഫെഡിന്റെ നേതൃത്വത്തിൽ 500 മീറ്ററോളം ഉല്ലാസ പാർക്ക് ഒരുക്കുന്നത്. പാർക്കിനായുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ആലപ്പുഴയുടെ യശസ് ലോകഭൂപടത്തിൽ കയറിപ്പറ്റാൻ പ്രധാന കാരണമായ കനാലുകൾ കാട് പിടിച്ചു കിടന്നതിനെ തുടർന്നാണ് കയർഫെഡ് ഇത്തരത്തിലൊരു ഉദ്യമത്തിന് ഇവിടെ തുടക്കമിട്ടിരിക്കുന്നത്. JCB ഉപയോഗിച്ച് ആദ്യം കനാൽ തീരം നിരപ്പാക്കി, തുടർന്ന് കയർ ഭൂവസ്ത്രവും നിരപ്പാക്കിയ മണ്ണിൽ വിരിച്ചു. ഇനി പച്ചപ്പിനായി പുല്ല് നടും, ഒപ്പം പൂന്തോട്ടവും ഇവിടെ ഒരുക്കും. ശില്പങ്ങളുടെ പ്രവർത്തനമാണ് അതിവേഗത്തിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. മുസ്രിസ് പൈതൃക പദ്ധതി ജോലിക്കാരും കയർഫെഡിലെ ജീവനക്കാരും ചേർന്നാണ് പുതിയ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നേരത്തെ കണ്ണൻവർക്കി പാലത്തിന് കിഴക്ക് കയർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ കനാൽക്കരയിൽ കയർ കോർപ്പറേഷനും നഗരവാസികൾക്കായി ഒരു ചെറിയ പാർക്ക് ഒരുക്കിയിരുന്നു. സായാഹ്നത്തിൽ നിരവധി ആളുകളാണ് ഇവിടെ വിശ്രമിക്കാനായി എത്തുന്നതും. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. എച്ച് സലാം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മാണം പൂർത്തിയാക്കിയ അംഗനവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. 17 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. എച്ച് സലാം MLA ചടങ്ങിൽ അധ്യക്ഷനായി. അമ്പലപ്പുഴ മണ്ഡലത്തിലെ അംഗനവാടികളെല്ലാം സ്മാർട്ട് അംഗനവാടികളാക്കുന്നതിന്റെ ഭാഗമായി എച്ച് സലാം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മാണം പൂർത്തിയാക്കിയ അംഗനവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. 2ാം വാർഡിൽ 17 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ 61ാം നമ്പർ സ്മാർട്ട് അംഗനവാടിയാണ് കൃഷി വകുപ്പ് മന്ത്രി കൂടിയായ പി പ്രസാദ് നാടിന് സമർപ്പിച്ചത്. പക്ഷെ അങ്ങനെയല്ല, അംഗൻവാടിക്ക് നല്ല താല്പര്യം കൊടുക്കേണ്ടത്. കാരണം ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കും, മുതിർന്നവരെ നോക്കല്ലെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ പഠിക്കാനൊക്കെ പ്രയാസം കുറവാണ്. ഈ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ വേറെ അതൊന്നല്ല പറഞ്ഞത്. ഈ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നു, കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എത്ര സംശയങ്ങളായിരിക്കും ഈ കുഞ്ഞുങ്ങൾ ചോദിക്കും. ഈ ഓർമ്മ ആഫീസ് കൊടുക്കും. ഈ കുഞ്ഞുങ്ങൾ ചോദിക്കാൻ തീരുമാനിച്ചില്ല അല്ലേ? നമ്മളോട് തന്നെ നമ്മുടെ വീട്ടിൽ ചോദിക്കും, നമുക്ക് എന്തായിരിക്കും. അപ്പൊ ഒരാളല്ല, 2 ആളുമല്ല, ഇത്രയും കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പറയുന്നു, ആ കുഞ്ഞുങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്നു, ആ കുഞ്ഞുങ്ങളെ പലതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ചിട്ടയുണ്ട്. അടിസ്ഥാന വികസന രംഗത്തതുപോലെ ഏറെ പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് അംഗനവാടികളുടെ വികസനമെന്ന് മന്ത്രി പറഞ്ഞു.
പരേതയായ ഈരയിൽ വീട്ടിൽ റിട്ടയർഡ് അധ്യാപിക സരോജിനിയമ്മ സൗജന്യമായി നൽകിയ 3 സെന്റ് സ്ഥലത്താണ് അംഗനവാടി നിർമ്മിച്ചത്. ഹാൾ, അടുക്കള, ശുചിമുറി, സ്റ്റോർ റൂം, വരാന്ത എന്നീ സൗകര്യങ്ങളോടെയാണ് അംഗനവാടി കെട്ടിടം പൂർത്തിയാക്കിയത്. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് പ്രദേശത്തു നിന്നും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ മന്ത്രി അനുമോദിച്ചു. ചടങ്ങിൽ എച്ച് MLA അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി അനിത, ജി വേണുലാൽ, പഞ്ചായത്ത് അംഗങ്ങളായ കെ സിയാദ്, കെ കവിത, എസ് ശ്രീകുമാർ, ICDS സൂപ്പർവൈസർ റസൽ ബിന്ദ്, പഞ്ചായത്ത് സെക്രട്ടറി ജി രാജ്കുമാർ, കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ബോർഡംഗം എ ഓമനക്കുട്ടൻ, സരോജിനി അമ്മയുടെ ബന്ധു ഡോക്ടർ സുഭാഷ് ഭാസ്കരൻ പിള്ള, മറ്റ് കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. LSGD ഓവർസിയർ പി ഗ്രെക്സ് റെല്ലറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശമാണ് ഗുരു സന്ദേശങ്ങളിൽ ഏറ്റവും ഉയർന്ന സന്ദേശമെന്ന് ജസ്റ്റിസ് നാഗരേഷ് അഭിപ്രായപ്പെട്ടു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സംഘടിപ്പിച്ച NK നാരായണൻ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശമാണ് ഗുരു സന്ദേശങ്ങളിൽ ഏറ്റവും ഉയർന്ന സന്ദേശമെന്ന് ജസ്റ്റിസ് നാഗരേഷ് അഭിപ്രായപ്പെട്ടു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സംഘടിപ്പിച്ച NK നാരായണൻ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ വ്യത്യാസം പലപ്പോഴും സാമൂഹിക പരിഷ്കർത്താക്കൾ സമൂഹത്തിന് അവരുടെ ചിന്തകൾ പ്രചരിപ്പിക്കുക മാത്രം ചെയ്യുമ്പോൾ, അവരുടെ ആദർശങ്ങൾ പറയുക മാത്രം ചെയ്യുമ്പോൾ, ഗുരുദേവൻ ആ പറഞ്ഞ ആദർശങ്ങൾ, ആ ഉപദേശങ്ങൾ നടപ്പാക്കി സമൂഹത്തിൽ സ്വന്തം ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ നടപ്പാക്കിയ, അദ്ദേഹം നടപ്പാക്കിയത് മാത്രമല്ല സമൂഹം ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ആ ആദർശങ്ങളുടെ ഗുരുദേവന്റെ വചനങ്ങൾ വിജയിച്ചു കണ്ട ഒരു പക്ഷേ മറ്റു സാമൂഹ്യ പരിഷ്കർത്താക്കൾ വളരെ കുറവായിരിക്കും. മറ്റ് സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ നിന്നും വിഭിന്നനായിരുന്നു ശ്രീനാരായണ ഗുരു. ഗുരു തന്റെ സന്ദേശങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിച്ചു കാണിച്ചുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. SNDP അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് പി ഹരിദാസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. SD കോളേജ് മാനേജർ പി കൃഷ്ണകുമാർ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ R വിനീത, യോഗം ബോർഡ് മെമ്പർമാരായ PV സാനു, AK രംഗരാജൻ, KP പരീക്ഷിത്, യൂണിയൻ കൗൺസിലർമാരായ M രാജേഷ്, K ബാസി, KP ബൈദു, VR വിദ്യാധരൻ, G രാജേഷ്, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ PV രമേശ്, ദിനേശൻ ഭാവന, വനിതാ സംഘം സെക്രട്ടറി G ജെമിനി, ഉപാധ്യക്ഷ ശോഭന അശോക് കുമാർ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് M രാകേഷ്, ഉപാധ്യക്ഷൻ മനോജ്, മറ്റ് പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുസ്ലിം ലീഗ് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 10ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിലും മദ്രസ പൊതുപരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള അനുമോദന സമ്മേളനം നടത്തി. KC വേണുഗോപാൽ MP ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 10ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിലും മദ്രസ പൊതുപരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള CH മുഹമ്മദ് കോയ മെറിറ്റ് അവാർഡ് വിതരണവും പൊതുസമ്മേളനവും നടത്തി. കുറവൻതോട് പള്ളിവിളിക്ക് സമീപം സംഘടിപ്പിച്ച ചടങ്ങ് KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. അനുസരിച്ച് എല്ലാവർക്കും തുല്യ രീതിയിൽ ജീവിക്കാൻ, സ്നേഹത്തോടെ പരസ്പര സൗഹൃദത്തോടെ ജീവിക്കാൻ അവസരം ഉണ്ടാകണം. ഈ തെരഞ്ഞെടുപ്പ് ആ കാര്യം ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ പ്രതിപക്ഷത്തായിരിക്കും, കുറച്ച് സീറ്റിന് കുറവാണ്. പക്ഷേ ഒരു ഇഞ്ച് നീങ്ങി ഏതെങ്കിലും നിയമം കൊണ്ടുവന്ന് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വീണ്ടും ശ്രമിച്ചാൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ഈ സർക്കാരിനെ നമ്മൾ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കാലം തീർന്നു പോയിരിക്കുന്നു. ഇതുവരെ മിണ്ടാത്ത RSS ഇപ്പൊ പറയുന്നുണ്ട് പ്രതിപക്ഷത്തെ ശത്രുവായി കാണുന്നത്. ഇന്നത്തെ ഇലക്ഷന് മുമ്പേ പറയേണ്ടത്, ഇതിനെ നേരത്തെ പറയണ്ടായിരുന്നില്ലേ? 10 കൊല്ലം ഭരിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അന്നേരല്ലേ നിയന്ത്രിക്കേണ്ടത്. അപ്പൊ നിയന്ത്രിക്കാതെ ഇതെല്ലാം കഴിഞ്ഞ് പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞപ്പോ പിന്നെ നിയന്ത്രിച്ചിരുന്നത് കാര്യം. ലീഗ് 10ാം വാർഡ് പ്രസിഡന്റ് ഇക്ബാൽ താജ് പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AM നസീർ മുഖ്യ പ്രഭാഷണം നടത്തി. ലീഗ് ജില്ലാ ട്രഷറർ കമാലം മാക്കിയിൽ, CS സലീം, D ഉണ്ണികൃഷ്ണൻ, AM നൌഫൽ, നാസർ ബി താജ്, ഷിബി കാസിം, അൽതാഫ് സുബൈർ, റിയാസ് അൽഫോസ്, ഷൈന നവാസ്, റസീന സെമീം, നാസിം, നൌഷാദ്, തൻസിം, ഫാറൂഖ്, നിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.
സമ്മേളനത്തിന് ലീഗ് 10ാം വാർഡ് സെക്രട്ടറി സവാദ് പുത്തൻപറമ്പ് സ്വാഗതവും ട്രഷറർ നാസിം പള്ളിവിളി നന്ദിയും പറഞ്ഞു. സമ്മേളനത്തെ തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ KC വേണുഗോപാൽ MP ആദരിച്ചു. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ട് കുട്ടിക്കർഷകരായ ഫരീദയും ഫാദിയയും നടത്തുന്ന എന്റെ കുട്ടിത്തോട്ടം മട്ടുപ്പാവ് കൃഷിക്ക് തുടക്കമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി ജൈവ കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. സ്ഥാപനങ്ങളിലും വീടുകളിലും വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ടും കുട്ടികളിൽ ജൈവകൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായും നടപ്പാക്കുന്ന എന്റെ കുട്ടിത്തോട്ടം മട്ടുപ്പാവ് കൃഷിക്ക് തുടക്കമായി. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അംബാസഡേഴ്സ് കൂടിയായ ഫരീദ ഫിറോസും ഫാദിയ ഫിറോസിന്റെയും നേതൃത്വത്തിലാണ് മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷിക്കും പൂക്കൃഷിക്കും തുടക്കം കുറിച്ചിരിക്കുന്നത്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ ഈ പലതരത്തിലുള്ള എണ്ണ കലർന്ന പദാർത്ഥങ്ങൾ, പിന്നെ ഈ കളർ ചേർത്ത പദാർത്ഥങ്ങൾ, നമുക്ക് അതിനെ സംബന്ധിച്ചൊക്കെ നിയമം നിലവിലുണ്ടെങ്കിൽ തന്നെയും ഇതൊക്കെ എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഭക്ഷണത്തിലൊക്കെ ഈ പലതരം കളേഴ്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ അത് പലപ്പോഴും അത് ലംഘിക്കപ്പെടുന്നതായിട്ടും കാണാറുണ്ട്. അതിനെ സംബന്ധിച്ച് കേസുകളും ഉണ്ടാകാറുണ്ട്. പിന്നെ ഇപ്പൊ ഈ അടുത്ത സമയത്താണ് നമുക്ക് ഒരു നിയമം നിലവിൽ വന്നത്. ഈ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് അത് എന്ന് പാചകം ചെയ്തു, എത്ര മണിക്ക് പാചകം ചെയ്തു, അത് എത്ര സമയത്തിനുള്ളിൽ ഉപയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനകത്ത് രേഖപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുന്നു. ജൈവകൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിനായി ഓരോരുത്തരും മുന്നിട്ടിറങ്ങേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ കുട്ടിത്തോട്ടം പദ്ധതി ഓരോ സ്കൂളുകളും ഏറ്റെടുക്കണമെന്നും അതുവഴി കുട്ടികളെ ജൈവകൃഷി സംസ്കാരമുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരാനും നമുക്കാകണമെന്നും അത്തരത്തിൽ ഫരീദയുടെയും ഫാദിയയുടെയും കൃഷിരീതി മാതൃകാപരമാണെന്നും പ്രമോദ് മുരളി കൂട്ടിച്ചേർത്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MG സതീദേവി, AS കവിത, നസീർ പുന്നക്കൽ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജ ഈപ്പൻ, അഡ്വക്കേറ്റ് പ്രദീപ് കുട്ടാല, നസീർ സലാം, CA11 തുടങ്ങിയവർ സംസാരിച്ചു. പ്രോജക്ട് ഡയറക്ടറും ജൈവകൃഷി പ്രചാരകനുമായ ഫിറോസ് അഹമ്മദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വെണ്ട, വഴുതന, മത്തങ്ങ, വെള്ളരി എന്നിവ കൂടാതെ ബന്ദി, വാടാമുല്ല അടക്കമാണ് കുട്ടികൾ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ കനാൽക്കരയിൽ പുത്തൻ പാർക്ക് ഒരുങ്ങുന്നു. ആലപ്പുഴ ഷൗക്കോട്ടപ്പാലത്തിന് പടിഞ്ഞാറ് വാടക്കനാൽക്കരയിലാണ് കയർപ്പടിന്റെ നേതൃത്വത്തിൽ നഗരവാസികൾക്കും ഇവിടേക്കെത്തുന്ന സന്ദർശകർക്കുമായി പാർക്ക് ഒരുങ്ങുന്നത്. നിലവിൽ കനാൽക്കരയിൽ 500 മീറ്ററോളം നീളത്തിലാണ് പാർക്ക് ഒരുക്കുന്നത്. സലാം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മാണം പൂർത്തിയാക്കിയ അംഗനവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. 17 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. അമ്പലപ്പുഴ MLA സലാം ചടങ്ങിൽ അധ്യക്ഷനായി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശമാണ് ഗുരു സന്ദേശങ്ങളിൽ ഏറ്റവും ഉയർന്ന സന്ദേശമെന്ന് ജസ്റ്റിസ് നാഗരേഷ്. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സംഘടിപ്പിച്ച NK നാരായണൻ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 10ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിലും മദ്രസ പൊതുപരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള അനുമോദന സമ്മേളനം നടത്തി. KC വേണുഗോപാൽ MP ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ട് കുട്ടിക്കർഷകരായ ഫരീദയും ഫാദിയയും നടത്തുന്ന എന്റെ കുട്ടിത്തോട്ടം മട്ടുപ്പാവ് കൃഷിക്ക് തുടക്കമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി ജൈവ കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.